എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 17-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. താവദ്വിബോധവിമലം പ്രണുവന്തമേനമാഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവർത്തിഹീനം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താവത് വിബോധ വിമലം, അപ്പോഴേക്കും, അതായത് ഭഗവാൻ ശംഖ് കൊണ്ട് കവിളിൽ തലോടിയപ്പോഴേക്കും ധ്രുവന് സ്ഥലകാലബോധം വന്നു. ഭഗവാനെ കണ്ട് എല്ലാം മറന്നങ്ങനെ നിൽക്കുകയായിരുന്നു ആ കുട്ടി. ബോധം വന്നതോടെ വിബോധ വിമലം, മനോമാലിന്യമെല്ലാം അകന്ന് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. പ്രണുവന്തമേന, പ്രണുവന്തം ഏനം, പ്രകർഷേണ, അതായത് അസലായി ധാരാളം സ്തുതിക്കുന്ന ധ്രുവനോട്. ആഭാഷധാത്വം, അങ്ങ് അവനോടരുളി ചെയ്തു. തദീയഭാവം അവഗമ്യ, അവൻ്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട്. രാജ്യം ചിരം സമനുഭൂയ, മടങ്ങിപ്പോയി രാജ്യത്തെ നന്നായി അനുഭവിച്ചിട്ട്. ഭൂയ സർവോത്തരം, പിന്നെ എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും. ധ്രുവ, ഹേ ധ്രുവ, വിനിവർത്തിഹീനം, പുനരാവൃത്തി ഇല്ലാത്തതുമായ. പദം ഭജസ്വ, ആ പരമപദത്തെ പ്രാപിച്ചുകൊള്ളുക. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഭഗവാൻ കവിളിൽ അങ്ങനെ തലോടിയപ്പോൾ ഉടനെ യഥാർത്ഥ ജ്ഞാനം വീണ്ടു കിട്ടിയ ധ്രുവൻ അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ അങ്ങ് ഇങ്ങനെ അരുളി ചെയ്തു. ഹേ ധ്രുവ, മടങ്ങിപ്പോയി വളരെ കാലം രാജ്യപരിപാലനം ചെയ്തതിനു ശേഷം പുനരാവൃത്തിയില്ലാത്തതും സർവോത്തമവുമായ പരമപദം നേടുക. അതെന്തേ ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം? പൊതുവെ നമ്മൾ എല്ലാവരും എന്താണോ ആഗ്രഹിക്കുന്നത് അത് സർവന്തര്യാമിയായ ഭഗവാൻ അറിയാം. ഇവിടെ ധ്രുവൻ മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല തപസ് ചെയ്തത്. അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവകാശം എനിക്കുകൂടി അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിൽ വെച്ചോണ്ടാണ്. അതുകൊണ്ടാണ് ധ്രുവ, നീ മടങ്ങിപ്പോയി മതിയാവും വരെ, അതാണ് വളരെ കാലം എന്ന് പറയാൻ കാരണം. ഒരുപാട് കാലങ്ങൾ പിന്നീട് ധ്രുവൻ വന്നിട്ട് രാജ്യം ഭരിച്ചു. യഥാർത്ഥത്തിൽ ഭഗവാനെ കണ്ടു കിട്ടിയാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. പക്ഷെ ഇവിടെ 5 വയസ്സായ കുട്ടിയാണ് ധ്രുവൻ. ധ്രുവൻ എന്താഗ്രഹിച്ചാ തപസ് ചെയ്യാൻ വന്നത് അത് ഭഗവാന് നന്നായി അറിയാം. അതുകൊണ്ടാണ് തിരിച്ചു പോയി ആ ആഗ്രഹം സാധിക്കുക. അതായത് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നാണല്ലോ അന്ന് ആഗ്രഹിച്ച്, അതായത് രാജകുമാരനാവണം എന്ന ആഗ്രഹം. രാജ്യം ഭരിച്ച് വേണ്ട പോലെ സുഖിച്ച് ജീവിച്ചതിനു ശേഷം അവസാനം പരമപദം പ്രാപിച്ചോളൂ എന്നാണ് ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചത്. ഹരേ കൃഷ്ണ.